ചില സമയത്ത് കളിയാക്കി പറയാറുണ്ട്, സ്വന്തം വോട്ട് പോലും കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് സംഭവിച്ചത്. പട്ടാമ്പിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 0 വോട്ട്. 12ാം വാർഡിലെ ഹിദായത്ത് നഗറിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ കരീമിനാണ് 0 വോട്ട് ലഭിച്ചത്. UDFനെ തോൽപ്പിക്കാൻ CPM വെൽഫെയർ കൂട്ടുകെട്ടുണ്ടായി എന്നാണ് ആരോപണം. UDFന്റെ സിറ്റിംഗ് സീറ്റാണ് 12ാം വാർഡിൽ. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ TP ഉസ്മാനും വെൽഫെയർ പാർട്ടി സ്വതന്ത്രനായി KP സാജിദുമാണ് മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് 292 വോട്ടും വെൽഫെയർ പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 208 വോട്ടും ലഭിച്ചു. വോട്ടെടുപ്പ് ദിവസം ഈ ബൂത്തിൽ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ തമ്മിൽ തർക്കവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴയിൽ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവിടുത്തെ വിജയാഘോഷം. കുഴലപ്പം വിതരണം ചെയ്ത് മാത്യു കുഴൽനാടൻ MLA. തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിലാണ് MLAയുടെ കുഴലപ്പ വിതരണം. മുമ്പ് മാത്യു കുഴൽനാടൻ MLAക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളിൽ DYFIയുടെയും LDFന്റെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയപ്പോൾ അവിടെ കുഴലപ്പം വിതരണം ചെയ്തിരുന്നു. മാത്യു കുഴൽനാടൻ എന്ന പേരിൽ നിന്ന് ഒരു പരിഹാസ രൂപത്തിലാണ് അവിടെ ഈ കുഴലപ്പ വിതരണമൊക്കെ നടന്നത്. കുഴലപ്പം മൂവാറ്റുപുഴയുടെ ദേശീയ ഭക്ഷണമായി ഏറ്റെടുക്കണമെന്നാണ് MLA പരിഹാസത്തോടെ പ്രതികരിച്ചത്. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഒരു സവിശേഷമായ പലഹാരമാണ് കുഴലപ്പം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമായി മൂവാറ്റുപുഴയിൽ കുഴലപ്പം മാറിയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞങ്ങൾ കുഴലപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാണ്. ഇതിനു മുമ്പ് അവരും വിതരണം ചെയ്തിരുന്നു. മൂവാറ്റുപുഴയുടെ ഒരു ദേശീയ പലഹാരമായി കുഴലപ്പം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഇതിനിടയിൽ ചില ദുഃഖകരമായ വാർത്തകൾ കൂടിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി PR സിനി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. 26 വോട്ടിനാണ് സിനി ഇവിടെ പരാജയപ്പെട്ടത്. അപര സ്ഥാനാർത്ഥി, സിനിയുടെ അതേ പേരുള്ള അപര സ്ഥാനാർത്ഥി ഇവിടെ 25 വോട്ട് പിടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സിനി എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഇടതുമുന്നണി. ചൊവ്വാഴ്ച ചേരുന്ന LDF നേതൃയോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. മുന്നണിയുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയ ഈ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള തിരുത്തൽ വേണം എന്ന ആവശ്യം CPI നിലവിൽ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ നാളെ ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ചേരുന്നത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.